രതീഷ്, ഈ പുക പടർന്നതുകൊണ്ടല്ല മരണമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. മാത്രമല്ല, ഇതിന്റെ കാരണം അന്വേഷിക്കാൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആരോഗ്യമന്ത്രി. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അഖില, തീർച്ചയായും ഇന്നലെയാണ് ആ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഞാനിൽ നിൽക്കുന്ന ഈ കാഷ്വാലിറ്റി ബ്ലോക്കിൻ്റെ താഴത്തെ നിലയിൽ നിന്നാണ് വൈകിട്ട് 7:45 ഈ പുക ഉയരുന്നത് കണ്ടത്. തുടർന്നാണ് പരിശോധന നടത്തുകയും വളരെ പെട്ടെന്ന് തന്നെ പുക വ്യാപിക്കുകയായിരുന്നു. തുടർന്നാണ് മുഴുവൻ രോഗികളെയും, അത്യാസന്ന നിലയിലുള്ള രോഗികളാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികളാണ്, അവരെ മുഴുവനും അടിയന്തരമായി മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നു. ആദ്യഘട്ടത്തിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നു. തുടർന്നാണ് വിവിധ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ മാറ്റുന്നത്. ഇതിൽ വളരെ അത്യാസന്ന നിലയിലുള്ള രോഗികളായതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യാവസ്ഥയിൽ വലിയ ഗുരുതരാവസ്ഥ നിലനിൽക്കുന്ന സ്ഥിതിയാണ്. ഇതിനിടയ്ക്കാണ് 5 രോഗികൾ മരിച്ചു എന്ന ഒരു വാർത്ത വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 5 രോഗികൾ ഈ പുക ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മരിച്ചതെന്ന വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയത്. ഒരാൾ ആദ്യമേ മരണം സ്ഥിരീകരിച്ചാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പിന്നീട് മറ്റുള്ളവരൊക്കെ അത്യാസന്ന നിലയിലുള്ള രോഗികളായിരുന്നു. ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഇത് മാത്രമല്ല, ബദൽ സംവിധാന നിലയിൽ വളരെ അടിയന്തരമായി തന്നെ രാത്രിയിൽ വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് അത്യാസന്ന നിലയിലുള്ള രോഗികളുടെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിൽ മാറ്റുകയുണ്ടായി. മാത്രമല്ല, ജനറൽ ഹോസ്പിറ്റൽ, ബീച്ച് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് രോഗികളെ മാറ്റി അത്യാസന്ന നിലയിലുള്ള രോഗികളെ പരിചരിക്കുന്നതിനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ സമയത്ത് അസിസ്റ്റന്റ് ചെയ്തതിന്, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യ സംവിധാനങ്ങളും ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് നൽകുകയുണ്ടായി. എന്തായാലും ഈ പുക ഉയർന്നത് സംബന്ധിച്ച അടിയന്തര അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടായ സാങ്കേതിക പിഴവ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത് എയർ കണ്ടീഷനിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് അന്വേഷണ സംഘം. പോലീസ് ഉൾപ്പെടെ ഈ പ്രദേശം സീൽ ചെയ്ത്, നേരത്തെ സൂചിപ്പിച്ച പോലെ സീൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇന്ന് രാവിലെ അല്പസമയങ്ങൾക്കുള്ളിൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ ആശങ്കയാണ്. കാരണം വലിയ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സംവിധാന കേന്ദ്രം എന്ന നിലയിൽ ഈ സംവിധാനത്തിൽ അത്യാസന്ന വിഭാഗത്തിലുള്ള രോഗികൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ, ഇത്തരത്തിൽ അത്യാഘാതത്തിലേക്ക് അവരെത്തിച്ചേർന്നതിൻ്റെ സാഹചര്യം വലിയ ഗൗരവത്തോടെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത്. അതേപോലെ തന്നെയാണ് മറ്റ് വിഭാഗങ്ങളും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗൗരവമുള്ള ഒരു പരിശോധന ഈ രംഗത്തുണ്ടാവും, ഈ സംഭവത്തിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. അല്പസമയങ്ങൾക്കുള്ളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം ഈ പ്രദേശത്ത് സീൽ ചെയ്യുക, ആശുപത്രി ഉള്ളിലേക്ക് പോയി പരിശോധിക്കുക. എന്തായാലും പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ AC ഉൾപ്പെടെയുണ്ടായ സാങ്കേതിക പിഴവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്ക് ശേഷമേ അത്തരത്തിലൊരു വ്യക്തത പറയാൻ കഴിയുള്ളൂ. എന്തായാലും വലിയ പ്രതിഷേധം സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഴ്ച എന്തുകൊണ്ട് ഉന്നത തരത്തിലുള്ള അല്ലെങ്കിൽ വലിയ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഴ്ചയുണ്ടായി? മാത്രവുമല്ല, ഇത് പുതിയ ബ്ലോക്ക് കെട്ടിടമാണ്. പുതിയ കെട്ടിടത്തിൽ, പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്കാണ് ഇപ്പോൾ അത്യാസന്ന വിഭാഗത്തിലുള്ള രോഗികളെയൊക്കെ തന്നെ പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തിടെ തന്നെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പുതിയ കെട്ടിടത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്നുകൂടി ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായ സംഘങ്ങളുടെ പരിശോധന അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും യഥാർത്ഥമായ ഈ കാരണങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഈ മരണം സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം, ഈ പുക ബാധിച്ചതുമായി ബന്ധപ്പെട്ടല്ല ഇവിടെ നടന്ന മരണങ്ങളുണ്ടായത്. അത്യാസന്ന നിലയിലുള്ള രോഗികളാണ്. മറ്റുള്ള രോഗികളെയൊക്കെ തന്നെ സുരക്ഷിതമായി തന്നെ മറ്റിടങ്ങളിലേക്ക്, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ പകരം ബദൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുള്ള പ്രായോഗികമായ പിന്തുണ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ അവർക്ക് നൽകുന്നുണ്ട്. ബീച്ച് ആശുപത്രികൾ ഉൾപ്പെടെ ബദൽ സംവിധാനം ആരോഗ്യ പ്രവർത്തകരുടെ തൊഴിൽ ക്രമീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തോടെ തന്നെ കാണുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിലായിരിക്കും ഇത് വിദഗ്ധമായ പരിശോധന സംഘം എത്തി പരിശോധന നടത്തുക. എന്തായാലും വലിയ ആശയമുള്ളത് ഏറ്റവും പുതിയ ആധുനിക രീതിയിൽ എന്ന് കരുതി പണി കഴിപ്പിച്ച ഈ
ഇതിൽ ഇങ്ങനെ പൊടുന്നനെ ഇത്തരത്തിലൊരു പിഴവുണ്ടായത് എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും ഗൗരവമായി പരിശോധിക്കുന്നത്. കാരണം പഴയ ബ്ലോക്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പുതിയ ബ്ലോക്കിലാണ് ഇത് ഉണ്ടായത് എന്നുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സീൽ ചെയ്ത ഈ ബ്ലോക്കിൽ അല്പസമയങ്ങൾക്കുള്ളിൽ വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിവരം, യഥാർത്ഥത്തിലുള്ള വിവരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ വിദഗ്ധമായ ഏജൻസികൾ, സംവിധാനങ്ങൾ ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തും. എന്തായാലും നിലവിൽ ഈ ആരോഗ്യവകുപ്പിന്റെ വിസ്തീർണം അനുസരിച്ച് ഈ മരണങ്ങളൊന്നും നടന്നത് ഈ പുക ബാധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിലും അവരുടെ പ്രാഥമികമായ വിശദീകരണം ഇത്തരത്തിലുള്ളതാണ്. എന്തായാലും അല്പസമയങ്ങളിൽ വിവിധ ഏജൻസികളെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എന്താണ് യഥാർത്ഥ വസ്തുത എന്നത് സംബന്ധിച്ചുള്ള വിവരത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സംവിധാന കേന്ദ്രം എന്ന നിലയിൽ അവിടെയുണ്ടായ ഒരു പിഴവ് വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള പരിശോധനയും ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്കുണ്ടാവുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ. അഖില. ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്ഥലത്തിപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.